റിപ്പോർട്ടർ ഇംപാക്ട് റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ മലപ്പുറം ചോക്കാട് പഞ്ചായത്തിലെ ചിങ്ങക്കൽ ഊരിലെ കുട്ടികൾ സ്കൂളിലെത്തി. കുട്ടികൾക്ക് സ്കൂളിലെത്താൻ റിപ്പോർട്ടർ TV താൽക്കാലിക സംവിധാനം ഒരുക്കി. നാളെ മുതൽ സ്കൂളും ITDPയും ഒരുക്കിയ വാഹനം ഊരിലെത്തും. ഞങ്ങളിവിടെ 2 പേര് പോകണു. ഓൽക്കും പോകാൻ പൂതിയുണ്ട്. ഇവിടുന്ന് മക്കൾക്ക് സ്കൂളിൽ പോകണം തന്നെ 160 രൂപ ഡെയിലി ഓട്ടോക്കൂലി മുടക്കണം. അപ്പോൾ 3 ദിവസം ഞങ്ങളെ വിട്ട് ഞങ്ങൾ പൈസ കൊടുക്കും. ചിങ്ങക്കല്ലൂരിലെ വിദ്യാർത്ഥികളുടെ ദുരിതയാത്ര റിപ്പോർട്ടർ TVയാണ് പുറത്തെത്തിച്ചത്. വാഹന സൗകര്യമില്ലാത്തതിനാൽ ഊരിൽ നിന്ന് സ്കൂളിലേക്ക് 4 കിലോമീറ്ററോളം കുട്ടികൾക്ക് നടന്നെത്തേണ്ട സ്ഥിതി. വാഹനം ലഭിക്കാതെ വന്നതോടെ 2 വർഷമായി പല കുട്ടികളുടെയും പഠനം മുടങ്ങി. ITDP 160 രൂപ കൊടുക്കും, ബാക്കി പൈസ വേണ്ടു. ആ പൈസ നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞോളൂ. സോണൽ സന്തോഷമായി. ഓണപ്പരീക്ഷ ആവാനായില്ല, 2 വർഷം കുട്ടികൾ മുടങ്ങി കിടന്ന് പറഞ്ഞപ്പോൾ എന്തോരു ടെൻഷൻ അറിയാം. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ ഇടപെടൽ. കുട്ടികൾക്ക് സ്കൂളിലെത്താൻ വാഹനം വരുമെന്ന് മന്ത്രിയുടെ ഉറപ്പ്. ഓട്ടോറിക്ഷ നൽകിയിട്ടാണെങ്കിലും അവരെ സ്കൂളിലേക്ക് എത്തിക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വിഷയത്തിൽ പരിഹാരം കാണുന്നതുവരെ വിദ്യാർത്ഥികളുടെ പഠനച്ചെലവ് ഏറ്റെടുക്കുമെന്ന് DYFI. യാത്രയുമായി ബന്ധപ്പെട്ട് കുറവ് വരുന്ന തുക അത് DYFI ഏറ്റെടുക്കാനും കുട്ടികളുടെ പഠനം ഉറപ്പുവരുത്താനും ആവശ്യമായ ക്രമീകരണങ്ങൾ DYFI ഏറ്റെടുക്കുന്നതാണ്. കുട്ടികൾക്ക് തുണയായത് റിപ്പോർട്ടർ വാർത്തയെന്ന് വാർഡ് മെമ്പർ അഷ്കർ. ഈ ഒരു റിപ്പോർട്ടിൽ നിന്ന് വന്ന വാക്ക് എനിക്ക് വളരെ സന്തോഷകരമായൊരു ഇതാണ് ഉണ്ടായിട്ടുള്ളത്. കുട്ടികൾക്ക് സ്കൂളിലെത്താൻ റിപ്പോർട്ടർ TVയാണ് താൽക്കാലിക സംവിധാനം ഒരുക്കിയത്. നാളെ മുതൽ സ്കൂളും ITDPയും ഒരുക്കിയ വാഹനം ഊരിലെത്തും. റിപ്പോർട്ടർ മലപ്പുറം.